നിരാശകരെ, നിരാലംബരെ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആ ക്രിസ്തു 2000 കൊല്ലം മുമ്പ് റോമിലെ ആ പള്ളിയിലേക്ക് പോയിട്ട് ആ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നു, ഞാൻ നിങ്ങളെ ചാട്ടവാറിനാൽ അടിച്ചു പുറത്താക്കുമെന്ന്. തന്ത്രിമാർക്ക് ബാധകമാണത്. അതാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുന്നു, ഞാൻ നിങ്ങളെ ചാട്ടവാറിനാൽ അടിച്ചു പുറത്താക്കാൻ ബന്ധവനാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ ഹിന്ദു സന്യാസി ആരാണ്? ആ സന്യാസി മിക്കവാറും സ്വാമി വിവേകാനന്ദനായിരിക്കും. ആ വിവേകാനന്ദനോട് ഈ ചോദ്യമുണ്ടായി, വിശ്വാസം, ഭക്തി, ദൈവം, ഇതേപ്പറ്റിയല്ല. വിവേകാനന്ദൻ പറഞ്ഞു, വിശക്കുന്നവന് വേണ്ടത് ഉത്ബോധനങ്ങളല്ല. അദ്ദേഹം പറഞ്ഞു, അവൻ്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെങ്കിൽ പ്രത്യക്ഷപ്പെടേണ്ടത് ഭക്ഷണമായിട്ടായിരിക്കണമെന്ന്. ആ സ്വാമി വിവേകാനന്ദൻ ഞങ്ങളെ നയിച്ചിട്ടുണ്ട്. മാർക്സ് മാത്രമല്ല, ഈ വഴി ഞങ്ങൾക്കറിയാം. ഇത്രയുമേറെ വ്യക്തതയുമായിട്ടാണ് LDF പൊതുരാഷ്ട്രീയത്തിൽ കേരളത്തിലും ഇന്ത്യയിലും നിൽക്കുന്നത്. ഈ വ്യക്തതയുണ്ടോ UDFനോ BJPക്കോ? അവർക്കെല്ലാം വോട്ടാണ്, അധികാര കസേരയാണ്. ഞങ്ങൾക്കതല്ല വിഷയം. രാജ്യമാണ്, അതിൻ്റെ ഭാവിയാണ്. ആ ഭാവിക്ക് വേണ്ടി, നാടിന് വേണ്ടി ഈ പക്ഷം, ഇടതുപക്ഷം ജയിച്ചേ തീരൂ. ഈ പോരാട്ടം അതിനു വേണ്ടിയാണ്. നാം 3-ാം ഊഴം ചോദിക്കാൻ കാരണം അതാണ്, അല്ലാതെ കസേരക്കൊതിയല്ല. രാജ്യം മുന്നോട്ട് പോകണം, കേരളം തോൽക്കാൻ പാടില്ല. അതുകൊണ്ട് 3-ാം ഊഴം വേണം. ഇതുവരെയും ചെയ്ത കാര്യങ്ങളുടെ എല്ലാം തുടർച്ച വേണം. ആ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്.